നമസ്കാരം. പടിഞ്ഞാറൻ ഇറാഖിൽ അമേരിക്കൻ സൈനിക വിമാനം തകർന്നു വീണു എന്ന റിപ്പോർട്ട് മധ്യപൂർവേഷ്യയിലെ സുരക്ഷാ സാഹചര്യങ്ങളെ വീണ്ടും ചർച്ചകളിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇറാനുമായുള്ള സംഘർഷപരമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടായതെന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. അമേരിക്കൻ സൈനിക കേന്ദ്ര കമാൻഡ് നൽകിയ പ്രാഥമിക വിശദീകരണത്തിൽ വിമാനം ശത്രുക്കളുടെ ആക്രമണത്തിൽ തകർന്നതല്ല എന്നും സാങ്കേതിക പ്രശ്നമോ അപകടകരമായ സാഹചര്യങ്ങളോ കാരണം സംഭവിച്ചേക്കാമെന്നും സൂചിപ്പിക്കുന്നു. എന്നാൽ ഈ വിശദീകരണത്തെ ചോദ്യം ചെയ്ത് ഇറാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അമേരിക്കൻ സൈനിക വിമാനത്തെ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ വെടിവെച്ച് തകർത്തതാണ് എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഇരു രാജ്യങ്ങളുടെയും പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ സംഭവത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു. സത്യാവസ്ഥ എന്താണെന്ന് വ്യക്തമാകുന്നതുവരെ ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര ശ്രദ്ധ തുടരാനിടയുണ്ട്. മധ്യപൂർവേഷ്യയിൽ ഇതിനകം തന്നെ ഉയർന്നിരിക്കുന്ന സംഘർഷ ഭീതിയുടെ പശ്ചാത്തലത്തിൽ ഇത്തരം സംഭവങ്ങൾ രാഷ്ട്രീയവും സൈനികവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നതോടെ യഥാർത്ഥ കാരണം എന്താണെന്ന് വ്യക്തമാകുമെന്ന പ്രതീക്ഷയിലാണ് അന്താരാഷ്ട്ര സമൂഹം. അതേസമയം ഈ സംഭവം അമേരിക്ക ഇറാൻ ബന്ധത്തിലെ പുതിയ സംഘർഷ ഘട്ടത്തിന് തുടക്കമാകുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ഇറാനെതിരായ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി സൈനിക നീക്കത്തിന്റെ ഭാഗമായ KC-135 സൈനിക വിമാനമാണ് തകർന്നു വീണത്. ഇന്ധനം നിറയ്ക്കുന്ന വിമാനമാണ്. പൈലറ്റ്, കോ പൈലറ്റ്, വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന ബൂം പ്രവർത്തിക്കുന്ന ഓപ്പറേറ്റർ എന്നിങ്ങനെ 3 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നതെന്നും US വ്യോമസേന അറിയിച്ചു. ആക്രമണത്തിനിടെയല്ല വിമാനം തകർന്നു വീണത് എന്നാണ് US-ന്റെ വാദം. അതേസമയം US-ന്റെ KC-135 വിമാനം തകർത്തത് ഇറാഖിലെ ഇറാൻ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പ് ആണെന്ന് വ്യക്തമാക്കി ഇറാൻ സൈന്യം രംഗത്തെത്തിയിട്ടുമുണ്ട്. വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് വിമാനം വീഴ്ത്തുകയായിരുന്നു എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഇറാനുമായുള്ള യുദ്ധം തുടങ്ങിയ ശേഷം അമേരിക്കയ്ക്ക് ഇത് 4ാമത്തെ വിമാനമാണ് നഷ്ടമാകുന്നത്. നേരത്തെ 3 F-15 വിമാനങ്ങൾ തകർന്നിരുന്നു. മറ്റൊരു വിമാനം സുരക്ഷിതമായി നിലത്തിറക്കിയെന്നും US അവകാശപ്പെടുന്നുണ്ട്. കഴിഞ്ഞ 60 വർഷത്തിലേറെയായി US സേനയിൽ KC-135 വിമാനങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. 37 പേരെ വഹിക്കാൻ ഈ വിമാനത്തിന് സാധിക്കുമെന്നാണ് റിപ്പോർട്ട്. അതിനിടെ യുദ്ധം അയവില്ലാതെ തുടരുകയാണ്. US-ഇസ്രായേൽ സഖ്യത്തിന് നേരെയുള്ള യുദ്ധം അവരുടെ ചരക്കു കപ്പലുകളെ ലക്ഷ്യമിട്ട് പേർഷ്യൻ ഉൾക്കടലുകളിലേക്ക് ഇറാൻ വ്യാപിപ്പിച്ചതോടെ ലോകം വിലക്കയറ്റ ഭീതിയും നേരിടുകയാണ്. ഇറാഖിലെ സമുദ്രമേഖലയിലൂടെ കടന്നുപോയ 2 എണ്ണക്കപ്പലുകൾ കൂടി ഇറാൻ കത്തിച്ചു. കപ്പലുകളിൽ ഒന്നിൽ ജോലി ചെയ്തിരുന്ന ഇന്ത്യക്കാരൻ മരിച്ചു. മാർഷൽ ദ്വീപുകളുടെ പതാക നാട്ടിയ US ഉടമസ്ഥതയിലുള്ള സേഫ് സി വിഷ്ണു എന്ന കപ്പലിനു നേരെ ഇറാഖിലെ ബസ്രയിലെ ഖോർ അൽ സുബൈർ തുറമുഖത്തിനു സമീപം ബുധനാഴ്ച രാത്രിയാണ് ആക്രമണമുണ്ടായത്. ഈ കപ്പലിലെ ജീവനക്കാരനാണ് മരിച്ച ഇന്ത്യക്കാരൻ. 15 ഇന്ത്യക്കാർ ഉൾപ്പെടെ മറ്റു 27 ജീവനക്കാരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. കപ്പലിൽ നിന്ന് കപ്പലിലേക്ക് ചരക്ക് കൈമാറുന്ന മേഖലയിലായിരുന്നു ആക്രമണം നടന്നത്. സ്ഫോടക വസ്തു നിറച്ച ചെറു ചാവേർ ബോട്ട് കപ്പലിൽ ഇടിപ്പിച്ചാണ് ആക്രമണം നടത്തിയത്. ആക്രമണത്തെ തുടർന്ന് ഇറാഖിലെ എല്ലാ എണ്ണ ടെർമിനലുകളും പ്രവർത്തനം നിർത്തിവെച്ചിട്ടുണ്ട്. ബുധനാഴ്ച രാത്രി മറ്റൊരു കപ്പലും ഇറാഖിന്റെ സമുദ്രാതിർത്തിയിൽ സമാന രീതിയിൽ ആക്രമണത്തിനിരയായി. നാവികർക്ക് സഹായം ലഭ്യമാക്കാൻ ഇറാഖി അധികൃതരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് സ്ഥാനപതി കാര്യാലയം പറഞ്ഞു. അന്താരാഷ്ട്ര സമൂഹവും ഈ സംഭവത്തെ അടുത്തായി നിരീക്ഷിക്കുകയാണ്. യഥാർത്ഥ കാരണം വ്യക്തമാവുകയും സംഘർഷം കൂടുതൽ വഷളാകാതെ നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്യണമെന്ന് ലോകം പ്രതീക്ഷിക്കുന്നു. ഈ സംഭവത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവരുന്ന അടുത്ത ദിവസങ്ങൾ മധ്യപൂർവേഷ്യയിലെ സുരക്ഷാ സാഹചര്യങ്ങൾക്ക് നിർണായകമായിരിക്കും.